കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. UK സമ്പദ് വ്യവസ്ഥ ഈ വർഷം ജപ്പാൻ, ഇറ്റലി, ജർമ്മനി എന്നിവയേക്കാൾ വേഗത്തിൽ വളരുമെന്ന് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പറയുന്നു. US-ന് ശേഷം UK സംയുക്ത രണ്ടാം സ്ഥാനത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യുമെന്നാണ് പ്രവചനം. എന്നിരുന്നാലും G7 രാജ്യങ്ങളിലെ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പം UK-യിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് ലേബർ ദാതാവായ ലോർഡ് വഹീദ് അലിയിൽ നിന്നും 18 മില്യൺ പൗണ്ട് പെന്റ് ഹൗസ് ഫ്ളാറ്റ് കടം വാങ്ങിയതിനെ കെയർ സ്റ്റാമർ ന്യായീകരിച്ചു. തന്റെ മകന് GCCകൾക്ക് പഠിക്കാൻ സമാധാനപരമായ ഒരു ഇടം ലഭിക്കുന്നതിനു വേണ്ടിയാണ് താൻ ഈ ഓഫർ സ്വീകരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂയോർക്കിൽ നടന്ന UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുമ്പോൾ 1 ലക്ഷത്തിലധികം പൗണ്ട് സംഭാവനയായി മേടിച്ചതിന് പിന്നാലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലോർഡ് അലിയിൽ നിന്നും കൂടുതൽ സംഭാവന സ്വീകരിച്ചതിന്റെ പുതിയ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തന്റെ കെൻഡിഷ് ടൗൺ വീട്ടിൽ നിന്ന് തന്റെ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചതിന്റെ മാനുഷിക കാരണം പ്രധാനമന്ത്രി ഉന്നയിച്ചു. ഈ നീക്കത്തിന്റെ ഫലമായി പണമൊന്നും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം ന്യായീകരിച്ചു. ഫുട്ബോൾ മത്സരങ്ങൾക്കുള്ള സൗജന്യ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇത് ആഴ്സണിൽ നിന്നുള്ള ഒരു സമ്മാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടൈലർ സ്വിഫ്റ്റ് കച്ചേരി ടിക്കറ്റുകൾ വാങ്ങിയതിനെയും അദ്ദേഹം ന്യായീകരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വസ്ത്രങ്ങൾക്കായി 16,000 പൗണ്ടും ഗ്ലാസുകൾക്ക് 2,400 പൗണ്ടും 20,000 പൗണ്ട് വില പതിക്കുന്ന താമസ സൗകര്യവും ലോർഡ് അലിയിൽ നിന്ന് ലഭിച്ചതിന് ശേഷം വസ്ത്രമായി ബന്ധപ്പെട്ട് താൻ കൂടുതൽ സമ്മാനങ്ങളൊന്നും സ്വീകരിക്കില്ലെന്ന് പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞു. രാഷ്ട്രീയക്കാർക്കുള്ള സൗജന്യ ടിക്കറ്റുകളും സമ്മാനങ്ങളും നിരോധിക്കണമെന്ന് പൊതുജനങ്ങളിൽ 3/4 ചിന്തിച്ചതായി ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച YouGovൽ നിന്നുള്ള ഗവേഷണം കണ്ടെത്തി. ഏകദേശം 4,000 മുതിർന്നവരിൽ നടത്തിയ സർവേയിൽ 51% പേർ നയങ്ങൾക്കുള്ളിലാണെങ്കിലും സംഭാവനകൾ സ്വീകരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. എന്നാൽ 29% പേർ സംഭാവനകൾ സ്വീകരിക്കുന്നത് ശരിയാണെന്നും പറഞ്ഞു. വ്യാജ പാർക്കിംഗ് പെനാൽറ്റി ചാർജുകളെക്കുറിച്ചുള്ള തട്ടിപ്പ് മെസ്സേജുകളിൽ വീഴരുതെന്ന് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസി ഡ്രൈവർമാർക്കും ജനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകി. തങ്ങൾക്ക് പാർക്കിംഗ് പെനാൽറ്റി ചാർജ് ഉണ്ടെന്നും അവ കൃത്യസമയത്ത് പണം നൽകി അടച്ചില്ലെങ്കിൽ വാഹനമോടിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കുകയോ വലിയ പിഴ ചുമത്തുകയോ കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്യുമെന്നുള്ള വ്യാജ സന്ദേശങ്ങളാണ് UK-യിലുടനീളമുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊരു സ്കാമാണെന്നും UK-യിലെ ഡ്രൈവർമാർക്ക് പാർക്കിംഗ് പിഴ നൽകില്ലെന്നും DVSA ആവർത്തിച്ചു. ദേശീയ സൈബർ സുരക്ഷാ കേന്ദ്രത്തിൽ തട്ടിപ്പ് സന്ദേശങ്ങൾ റിപ്പോർട്ട് ചെയ്യാമെന്ന് സന്ദേശം ലഭിക്കുന്നവരോട് അവർ അഭ്യർത്ഥിക്കുന്നു. ഇതിനകം വ്യക്തിഗത വിവരങ്ങൾ നൽകിയിട്ടുള്ള ഡ്രൈവർമാർക്ക് ആക്ഷൻ ഫ്രോഡ് പോലീസുമായോ പോലീസ് സ്കോട്ട്ലൻഡുമായോ ബന്ധപ്പെടാൻ DVSA അഭ്യർത്ഥിക്കുന്നു. ഇംഗ്ലണ്ടിലോ വെയിൽസിലോ വടക്കൻ അയർലൻഡിലോ ഉള്ളവർ www.actionfraud.police.uk എന്ന വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ 0300 123 2040 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കേണ്ടതാണ്. സ്കോട്ട്ലൻഡിലുള്ളവർ 101 എന്ന നമ്പറിൽ വിളിച്ച് പോലീസ് സ്കോട്ട്ലൻഡിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ജോലിയിൽ നിന്ന് സിക്ക് വിളിച്ച് അവധിക്കാലം ആഘോഷിക്കാനായി തുർക്കിയിലേക്ക് പറന്ന അവാർഡ് ജേതാവായ പോലീസ് ഉദ്യോഗസ്ഥൻ മോശം പെരുമാറ്റത്തിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ലെസ്റ്റർഷയർ പോലീസിലെ രാജാഖാനെയാണ് ലണ്ടൻ സ്റ്റാൻഫോർഡ് എയർപോർട്ടിൽ അവധിക്കാലം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ ഇൻഡിപെൻഡന്റ് ഓഫീസ് ഫോർ ദ പോലീസ് കണ്ടക്ട് പിടികൂടിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 5-ാം തീയതി തന്റെ വിശ്രമ ദിനത്തിൽ അടുത്ത ഡ്യൂട്ടിയിലെത്തുന്നതിന് 2 ദിവസം മുമ്പ് തനിക്ക് അസുഖം അനുഭവപ്പെടുന്നതായി മുൻ കോൺസ്റ്റബിൾ ആദ്യം തന്റെ ലൈൻ മാനേജറോട് വിളിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ അതേ ദിവസം വൈകുന്നേരം അദ്ദേഹം അവധിക്കാലം ആഘോഷിക്കാൻ തുർക്കിയിലെ ഇസ്താംബുളിലേക്ക് പറന്നതായി തെളിവുകൾ സൂചിപ്പിച്ചു. ഒക്ടോബർ 8-ന് അദ്ദേഹത്തിന്റെ ലൈൻ മാനേജർ അദ്ദേഹത്തെ ബന്ധപ്പെടുകയും എന്നാൽ തനിക്ക് ജോലി ചെയ്യാൻ കഴിയാത്തത്ര അസുഖമുണ്ടെന്ന് പറഞ്ഞ് ടെക്സ്റ്റ് വഴി രാജാഖാൻ മറുപടി നൽകുകയായിരുന്നു. തുടർന്ന് സിക്ക് ഫോം പൂരിപ്പിക്കാനായിട്ടുള്ള ഇമെയിൽ രാജാഖാന് അയച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ ഇത് പൂരിപ്പിച്ചയക്കുന്നതിനു വേണ്ടി തന്റെ സുഹൃത്തിന് തന്റെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയും പാസ്വേഡും അയച്ചു കൊടുത്ത് UK-യിലുള്ള തന്റെ വർക്ക് ലാപ്ടോപ്പിൽ നിന്നും സിക്ക് ഫോം സബ്മിറ്റ് ചെയ്യുകയായിരുന്നു. ഫെബ്രുവരിയിൽ അദ്ദേഹം സേനയിൽ നിന്ന് രാജിവെച്ചിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം ഇപ്പോഴും സേവനമനുഷ്ഠിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ പിരിച്ചുവിടുമായിരുന്നുവെന്ന് ഹിയറിംഗിൽ വിധിച്ചു. തന്റെ വർക്ക് ലാപ്ടോപ്പ് ആക്സസ് ചെയ്യാൻ മറ്റൊരു വ്യക്തി അനുവദിച്ച മിസ്റ്റർ ഖാന്റെ പെരുമാറ്റം പോലീസ് സിസ്റ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങളുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തുവെന്നും മാത്രമല്ല പോലീസ് സേനയെ നിരന്തരമായി തെറ്റിദ്ധരിപ്പിച്ച മിസ്റ്റർ ഖാന് ഭാവിയിൽ വീണ്ടും ഒരു പോലീസ് ഓഫീസറായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് ലെസ്റ്റർഷയർ പോലീസ് ചീഫ് കോൺസ്റ്റബിൾ റോബ് നിക്സൺ പറഞ്ഞു. എന്നിരുന്നാലും ഹിയറിംഗിൽ ഹാജരാകാനും ക്ഷമാപണം നടത്താനും ധാർമ്മിക ധൈര്യം കാണിച്ചതിന് മിസ്റ്റർ ഖാനോടുള്ള നന്ദി നിക്സൺ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ പ്രവർത്തനങ്ങൾ പോലീസ് സേനയെയും സഹപ്രവർത്തകരെയും ജനങ്ങളെയും നിരാശപ്പെടുത്തിയെന്ന് ഖാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊക്കൈൻ മോഷ്ടിച്ച് ഡീലർമാർക്ക് നൽകിയ മാഞ്ചസ്റ്റർ ഡിറ്റക്റ്റീവ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ശിക്ഷ ഒക്ടോബർ 18-ന് വിധിക്കും. ജോലിസ്ഥലത്തെ പോലീസ് തെളിവ് സ്റ്റോറിൽ നിന്ന് ഏകദേശം 4 കിലോ കൊക്കൈൻ മോഷ്ടിക്കുകയും മാഞ്ചസ്റ്ററിലെ തെരുവുകളിൽ വിതരണം ചെയ്യുകയും ചെയ്ത ആൻഡ്രൂ ടാൾബോട്ടിനെതിരെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഒക്ടോബർ 18-ന് ശിക്ഷ വിധിക്കുന്നത്. 2018 ഫെബ്രുവരിക്കും 2020 ജനുവരിക്കും ഇടയിലായിരുന്നു ആൻഡ്രൂ ടബോൾട്ട് മയക്കുമരുന്ന് കട്ടെടുത്ത് വിറ്റിരുന്നത്.
മയക്കുമരുന്ന് വിൽക്കുന്ന ഡീലർമാരെക്കുറിച്ചുള്ള അന്വേഷണത്തിനായി ആൻഡ്രോ ട്രബോൾ പോലീസ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു. 2020 ഫെബ്രുവരി 13 ആൻഡ്രുവിന്റെ മകൾ പഠിക്കുന്ന പ്രൈമറി സ്കൂളിന് പുറത്ത് ഒരു ചെറിയ ബാഗ് കൊക്കൈൻ കണ്ടെത്തിയതിനു ശേഷമാണ് ടബോൾട്ടിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചത്. കൊക്കൈൻ വ്യക്തിപരമായ ആവശ്യത്തിനാണ് താൻ കൈവശം വെച്ചിരിക്കുന്നതെന്നായിരുന്നു അദ്ദേഹം ആദ്യം അവകാശപ്പെട്ടത്. എന്നാൽ പിന്നീട് അദ്ദേഹം കുറ്റസമ്മതം നടത്തുകയുണ്ടായി. UK ബ്രിസ്റ്റോളിൽ കുടുംബമായി താമസിച്ചിരുന്ന മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. കോട്ടയം ജില്ലയിലെ സംക്രാന്തി സ്വദേശി TS സതീഷിനാണ് വിട പറഞ്ഞത്. 64 വയസ്സായിരുന്നു. സെപ്റ്റംബർ 21 നെഞ്ചുവേദനയെ തുടർന്ന് ബ്രിസ്റ്റോൾ സൗത്ത് മേഡ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ ഉച്ചയ്ക്കാണ് സതീശൻ വിട പറഞ്ഞത്. 20 വർഷം മുൻപാണ് സതീശൻ UK-യിലെത്തുന്നത്. ഭിന്നശേഷിക്കാരായ മകളെ കൊന്ന് അമ്മ ജീവനൊടുക്കി. 8 വയസ്സുകാരി എലൈനി എഡ്വേർഡ്, അമ്മ 40 വയസ്സുകാരി മാർട്ടിന കരോസ എന്നിവരെയാണ് മാഞ്ചസ്റ്ററിലെ സാൾഫോർഡിലെ സൗത്ത് റാഡ്ഫോർഡ് സ്ട്രീറ്റിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ അമ്മയും മകളും മാത്രമാണ് താമസിച്ചിരുന്നതെന്ന് അയൽവാസികൾ വെളിപ്പെടുത്തി. കൂടുതൽ UK, യൂറോപ്പ്, ഓസ്ട്രേലിയൻ, USA വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.